ഹലോ. അപ്പോൾ നമ്മുടെ കർക്കിടകം ഇങ്ങ് എത്താറായല്ലേ? നമ്മൾ മലയാളികൾക്ക് ഏറെ വിശേഷപ്പെട്ടതാണല്ലേ കർക്കിടക മാസം. പുണ്യമാസമാണ്, രാമായണ മാസമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ഒരുക്കങ്ങൾ നടത്താറുണ്ട് കർക്കിടക മാസം വരാറാവുമ്പോഴേക്ക്. അതിൽ മെയിനായിട്ടുള്ള ഒന്നാണ് വൃത്തിയാക്കൽ. അപ്പോൾ അത് തുടങ്ങാൻ സമയമായി. ഇപ്പോഴേ തുടങ്ങിയാൽ നമുക്ക് പതുക്കെ പതുക്കെ വൃത്തിയാക്കിയൊക്കെ റെഡിയാക്കി വരാം. പെട്ടെന്നാവുമ്പോൾ നമ്മൾ ഷടപടയെന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടി വരും. അപ്പം ഞാൻ തുടങ്ങുന്നത് നമ്മുടെ പൂജാമുറിയിൽ നിന്നാണേ. പൂജാമുറിയിലുള്ള വിളക്കും കിണ്ടിയും ഒക്കെ എടുത്ത് ഒന്ന് നന്നായിട്ട് തേച്ച് കഴുകി. ഞാൻ പുളിയും ഉപ്പും ഉപയോഗിച്ചാണ് തേച്ച് കഴുകിയത്. രാമായണ മാസത്തിൽ നമുക്ക് ശീബോധിക്ക് വെക്കുന്ന പതിവുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ നന്നായിട്ട് തേച്ച് കഴുകി വൃത്തിയാക്കി വെക്കേണ്ടത് അത്യാവശ്യമാണല്ലോ. കർക്കിടക മാസം കഴിഞ്ഞാൽ ദുർഘടം കഴിഞ്ഞു എന്നൊക്കെയാണ് പഴമക്കാരുടെ ചൊല്ലല്ലേ. പണ്ടുള്ള ആൾക്കാർക്ക് കർക്കിടകം എന്ന് പറഞ്ഞാൽ ഒരു ദുർഘടം പിടിച്ച കാലമായിരുന്നു. നല്ല കനത്ത മഴയൊക്കെ കാരണം ചിലപ്പോൾ അവർക്ക് പണിക്കൊന്നും പോകാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. വീട്ടിലെ ദാരിദ്ര്യമൊക്കെ ഉണ്ടായി കാണും. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞത്. ഇപ്പം നമ്മുടെ കാലത്തൊന്നും വലിയ ബുദ്ധിമുട്ടില്ലാതെ അങ്ങനെ പോകുന്നു. കർക്കിടക മാസം എന്ന് പറഞ്ഞാൽ നമ്മൾ ആരോഗ്യം കൂടെ നോക്കുന്ന ഒരു കാലമാണല്ലോ അല്ലേ. ആയുർവേദ ചര്യകളും ഉഴിച്ചിലും പിന്നെ കർക്കിടക കഞ്ഞിയും ഒക്കെ ആയിട്ട് പോകുന്ന കാലമാണ് കർക്കിടക കാലം എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ അച്ഛനും അമ്മയൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള അറിവുണ്ടായിരിക്കും രാമായണ മാസത്തിനെ കുറിച്ച്. എന്നാൽ ഇപ്പോൾ പുത്തൻ തലമുറയിലുള്ള കുട്ടികൾക്ക് അതൊന്നും കേൾക്കാനും നേരമില്ല. അവർക്ക് ചിലപ്പോൾ ഈ കർക്കിടക മാസം എന്താണെന്നോ അതിൻ്റെ പ്രത്യേകതകളോ ഒന്നും അറിയണമെന്നില്ല. അപ്പോൾ കർക്കിടക മാസത്തിൻ്റെ പ്രത്യേകതകൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയും രാമായണമൊക്കെ ഒന്ന് വായിച്ചു കൊടുക്കുകയൊക്കെ ചെയ്ത് നമുക്ക് ഈ കർക്കിടക മാസത്തെ ഉഷാറാക്കാം.